മേഘനന്ദ ഇതേ ബാഗുമായിട്ടാ അകത്തേക്ക് പോയത്. മേഘന ഇപ്പൊ അതും കൊണ്ട് പുറത്തേക്ക് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മേഘനന്ദയാണ് മേഘന. മേഘനന്ദയുടെ വേഷം കെട്ടിയാണ് ഇവൾ ഓഫീസിൽ കയറിയതല്ലേ? തീർന്നടി നിന്റെ കഥ. ഇവളെന്തിനാ മേഘനന്ദിയായി വേഷം മാറി മിഥുന്റെ ഓഫീസിൽ തന്നെ ജോയിൻ ചെയ്തത്? എന്തിനു വേണ്ടിയായിരിക്കും മേഘനെ എല്ലാവരും ഇങ്ങനെ പറ്റിക്കുന്നേ? ഇവളുടെ പുറകിൽ എന്തൊക്കെയോ വലിയ കഥകളുണ്ട്. പാവം പോലെ മുഖം വെച്ചോണ്ട് എത്ര ബുദ്ധിയോടെ അവള് കരുക്കൾ നീക്കുന്നേ. ഇത് എത്രയും പെട്ടെന്ന് വീട്ടിൽ എല്ലാവരും അറിയിക്കണം. മേഘനയുടെ നാടകത്തിന് ഇന്നത്തോടെ കർട്ടൻ വീഴണം. അപ്പൊ വെളറി വെളുത്ത മുഖം അയാൾ നിൽക്കുന്നത് കണ്ട് എനിക്കൊന്ന് തുള്ളിച്ചാടണം. യെസ്. അരുണിമാൻഡി, ജയദേവൻ അങ്കിൾ, പ്രിയമത ആന്റി, എല്ലാവരും ഒന്ന് ഓടി വന്നേ. എന്തു പറ്റി മഞ്ജരി? നീ എന്തിനെങ്ങനെ കിടന്ന് നിലവിളിക്കുന്നു? നിലവിളിക്കേണ്ട സംഗതി ആയതുകൊണ്ട് തന്നെ. ഇപ്പൊ തന്നെ നമ്മള് ഒത്തിരി വൈകി പോയിരിക്കുന്നു അരുണിമാൻഡി. ഇത്രയും കാലവും നമ്മളെ പറ്റിച്ച് തറ പറ്റിച്ചോണ്ടിരുന്ന ഒരു വ്യക്തിയെ പറ്റി ഇന്ന് വരെ അവളുടെ ചതികൾക്ക് നമ്മൾ എല്ലാവരും ബലിയാടുകളായിക്കൊണ്ടിരിക്കുകയായിരുന്നു. മഞ്ജരി, നീ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഇവിടെ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല. പറയാനുള്ളത് വളച്ചു കെട്ടാതെ പറ. ദേ വന്നല്ലോ ഞാനിപ്പോ പറയാൻ പോകുന്ന കഥയുടെ കഥാനായിക മേഘന. എന്താ മഞ്ജരി കാര്യം? പിന്നെയും മേഘന എന്തെങ്കിലും വിവരക്കേട് കാണിച്ചു കൂട്ടിയോ? ഇനി അതിന്റെ പുറകെ നമ്മൾ പോവേണ്ടി വരുമോ? ഇത്തവണ മേഘന ചെയ്തിരിക്കുന്നത് വിവരം കെട്ട പണിയൊന്നുമല്ല ആന്റി. അതിബുദ്ധിയോട് കാണിച്ച ഒരു തന്ത്രം. അവള് നമ്മളെ എല്ലാവരെയും വിഡ്ഢികളാക്കിയിരിക്കുക. ഇത്രയും നാളും മേഘന നമ്മുടെ മുമ്പിൽ ഒരു കൺകെട്ട് വിദ്യ നടത്തുകയായിരുന്നു. നമ്മുടെ എല്ലാവരുടെ മൂക്കിന് താഴെ കൂടെ വലിയൊരു തട്ടിപ്പ് അവള് നടത്തിയിരിക്കുന്നെ. മഞ്ജരി, നീ ചുമ്മാ വളച്ചു കെട്ടാതെ കാര്യം എന്താന്ന് പറ. ഇത്രയും നാളും മേഘന എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് നമ്മൾ എല്ലാവരും ചോദിച്ചില്ലേ? അതുപോലെ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന മേഘനന്ദ അവളുടെ പേഴ്സണൽ കാര്യങ്ങൾ വെളിപ്പെടുത്താത്തത് എന്തുകൊണ്ടാണെന്നും നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനെല്ലാം ഉത്തരം കിട്ടിയിരിക്കുന്നു. ഈ മേഘനയും മേഘനന്ദയും ഒരേ വ്യക്തി തന്നെയാണ്. നീ എന്തൊക്കെയാ മഞ്ജരി പറയുന്നേ? നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേടാ? വേണമെങ്കിൽ ഞാനതിനുള്ള പ്രൂഫ് കൂടി കാണിച്ചു തരാം. എന്താ മേഘന ഞാനീ കാണുന്നതൊക്കെ?
മേഘനയായും മേഘനന്ദിയായും എന്തിനാ ഞങ്ങളുടെ മുമ്പിലൊക്കെ ഈ നാടകം കളിച്ചത്? എന്തുദ്ദേശത്തോടെ ഞങ്ങളെല്ലാം ഇങ്ങനെ പറ്റിച്ചത്? നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ മേഘനെ? ഇത്രയും നാള് വിവരമില്ലാതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണെന്ന് ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ എന്തോ വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയാ നീ ഈ ഗൂഢാലോചനയൊക്കെ നടത്തിയെന്ന് ഓർക്കുമ്പോ പേടിയാവാ. ഈ കുടുംബത്തിനെതിരെ ഞാൻ എന്ത് ഗൂഢാലോചന നടത്താനാ? പിന്നെ ഇതിനെ കുറിച്ച് എന്തു പറയുന്നു? വേഷം മാറി മേഘനന്ദ എന്ന പേരോടുകൂടി മിഥുന്റെ ഓഫീസിൽ നീ എന്തിനു കയറിക്കൂടി? മനസ്സിൽ മറ്റൊരു ദുരുദ്ദേശം ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു ആൾമാറാട്ടം നടത്തേണ്ട എന്ത് കാര്യമായിരുന്നു നിനക്കുണ്ടായിരുന്നേ? ഇക്കാര്യത്തിൽ മേഘനയോട് തുടക്കം തൊട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചേച്ചി. വിവാഹമോചനത്തിന് അപ്ലൈ ചെയ്തിട്ട് അത് പെട്ടെന്ന് കിട്ടാതിരിക്കാൻ വേണ്ടി ജഡ്ജിയുടെ മുമ്പിൽ അഭിനയിച്ച് തകർത്തവളാ ഇവിടെ. വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു കയറി വന്ന് വീണ്ടും ബന്ധം കൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. മേഘന ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പിന്നിൽ എന്തോ ഒരു വലിയ ലക്ഷ്യമുണ്ട്. ഇവളുടെ ഈ കൗശലത്തിന് നമ്മൾ ഓരോരുത്തരെ ഏറെയായിക്കൊണ്ടിരിക്കുക. പ്രിയമതേ, ഭർത്താവിന്റെ ഓഫീസിൽ തന്നെ ജോലി ചെയ്യാൻ വേണ്ടി അവള് അങ്ങനെ ചെന്ന് ജോയിൻ ചെയ്തതാണെങ്കിലോ? ഇതെന്തോ വലിയ കുറ്റം പോലെയാണല്ലോ നിങ്ങൾക്ക് സംസാരിക്കുന്നത്. എന്താ മേഘനോട് ഇത്ര വിദ്വേഷം? എന്തൊരു വിവരക്കേട് ജയദേവേട്ടൻ നീ വിളിച്ചു പറയുന്നത്? ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അത് നേരിട്ട് മിഥുനോട് ചോദിച്ചാ പോരെ. അത് വിട്ടിട്ട് വേഷം മാറി ചെല്ലേണ്ട കാര്യം എന്താ? മിഥുനെ പാട്ടിലാക്കി അവിടെ കേറി കൂടിയത് എന്തിനാവൂ? പ്രിയംവദ പറഞ്ഞത് ശരിയല്ലേ ജയദേവ? ഇങ്ങനെയുള്ള വേഷം കെട്ടോ അഭിനയവും ഇന്ന് വരെ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്തരം തലതിരിഞ്ഞ ബുദ്ധിയൊക്കെ നിനക്ക് മാത്രം എവിടുന്നാ കിട്ടുന്നേ? മേഘനെ പറയ്, എന്താ നിന്റെ മനസ്സിലെ ഉദ്ദേശം? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തൊക്കെയാ നിന്റെ ലക്ഷ്യം? മിഥുനേട്ടാ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും മിഥുനേട്ടൻ വിശ്വസിക്കില്ല. കേൾക്കാനുള്ള മനസ്സ് പോലും മിഥുനേട്ടൻ കാണിക്കില്ല. അതുകൊണ്ട് തൽക്കാലം എനിക്കൊന്നും പറയാൻ പറ്റില്ല. വീടിനടുത്ത് കിടന്ന് ഉരുളാൻ എന്നും നീ മിടിക്കുകയായിരുന്നു. ഇത്രയും വലിയ ചീറ്റിംഗ് കാണിച്ച് നീ ഞങ്ങളെല്ലാവരെയും വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നിന്നെ വിശ്വസിച്ച ഞങ്ങളെല്ലാവരും മണ്ടന്മാരായി. എന്നിട്ടിപ്പോ സത്യം പുറത്തു വന്നു കഴിഞ്ഞപ്പോ ഉത്തരം മുട്ടി എന്ത് പറയണമെന്നറിയാതെ കിടന്നുരുള. അതല്ലേ സത്യം? നിന്നെ വിശ്വസിച്ചതിന് ഈ കുടുംബത്തിലുള്ളവർക്കും എനിക്കും നല്ലൊരു പാഠം നീ തന്നത്. മതി മിഥുൻ, ഇനി എന്തിനാ അവളോട് സംസാരിക്കുന്നത്? ഇങ്ങനെയുള്ളവളെ ഇനി ഈ വീട്ടിൽ നിർത്തേണ്ട കാര്യം എന്താ? ആട്ടി പുറത്താക്ക അവളെ. എനിക്കറിയാം മിഥുൻ, നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലുള്ള നന്മ അവളെ ഇറക്കി വിടാൻ അനുവദിക്കുന്നില്ല അല്ലേ? എന്നാലേ ഇങ്ങനെ വെട്ടിപ്പും തട്ടിപ്പുമായി നടക്കുന്നവളുമാര് ഇനി ഈ കുടുംബത്തിൽ കഴിയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കാൻ പോകുന്നില്ല. വാടി. ഈശ്വര, സ്വപ്നമാണെങ്കിലും അതൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു. ഇന്നത്തോടെ മേഘനയും മേഘനന്ദയുടെയും കള്ളി വിളിച്ചു താവും. മേഘന എന്ന ഈ കഥാപാത്രം ഈ നന്ദൻ കുടുംബത്തിൽ നിന്ന് എന്നെ മാഞ്ഞു പോയിക്കോളും. വെയിറ്റ് ആൻഡ് സീ. ആന്റി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. അയ്യോ, അമ്മയ്ക്ക് സുഖമില്ല. ആന്റി,
യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചേ? നിന്നിപ്പി കുഴഞ്ഞു വീഴുമായിരുന്നു മേഡം. ഒരു കുഴപ്പമില്ലാതിരുന്ന പെട്ടെന്ന് ഇങ്ങനെ കുഴഞ്ഞു വീണത് കണ്ടപ്പോ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടത് ഒരു പിടിയും കിട്ടാതായി പോയി ഡോക്ടർ. ഇപ്പൊ അമ്മയുടെ കണ്ടീഷൻ എന്താ ഡോക്ടർ? പ്രായമായില്ലേ മേഡം, അതിന്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് മാത്രമല്ല, മനസ്സിൽ എന്തൊക്കെയോ സ്ട്രെസ്സും കൊണ്ടു നടന്നിട്ടുണ്ടാവുന്നു. പുള്ളിക്കാരിയുടെ നെർവസ് സിസ്റ്റത്തിൽ ഗ്ലിച്ചസ് ഉണ്ടായതുകൊണ്ട് ബോധം പോയതായിരിക്കാനാ സാധ്യത. പെട്ടെന്നൊന്നും ബോധം തെളിഞ്ഞൊന്നും വരില്ല. എന്ന് വെച്ച് കോമ സ്റ്റേജിലേക്ക് പോയിട്ടുമില്ല. മേഘനയുടെ കള്ളി വിളിച്ചു താക്കാന്നും പറഞ്ഞു വന്നപ്പോ ദേ കിടക്കുന്ന കിളവി താഴെ. ഇനി ഇപ്പൊ എന്താ ചെയ്യ? ഇപ്പൊ മേഘനയുടെ കാര്യമൊന്നും ആരും ശ്രദ്ധിക്കില്ല. അച്ഛമ്മയെ രക്ഷിക്കാനുള്ള തത്രപ്പാടിൽ എല്ലാവരും ഇവിടെ. ഷെടാ, എന്തൊരു കഷ്ടം. ഡോക്ടർ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്താലോ? ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല മിഥുൻ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഡോക്ടറെ? എന്റെ അമ്മ ഇങ്ങനെ ബോധമില്ലാതെ തന്നെ കിടക്കുമെന്നാണോ? ഡോക്ടറെ, ഞാനൊന്ന് അച്ഛമ്മയോട് സംസാരിച്ചോട്ടെ? ഓക്കെ. എന്താ അച്ഛമ്മ ഇത്? അച്ഛമ്മയുടെ മനസ്സിൽ എന്താ വിഷമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ എല്ലാവരും അച്ഛമ്മയുടെ ഈ കിടപ്പ് കണ്ട് സങ്കടപ്പെട്ട് നൊന്ത് നീറി നിൽക്കുക. പഴയ പോലെ എല്ലാവരെയും ശാസിക്കാൻ അച്ഛമ്മ വേണം. അച്ഛമ്മയില്ലെങ്കിൽ അച്ഛന്റെ കാര്യം കഷ്ടത്തിലാവുന്നറിയില്ലേ? വിവേകിന്റെ വികൃതി നിയന്ത്രിക്കാൻ പറ്റാതെയാവും. നമ്മുടെ സഞ്ജന പക്വതയില്ലാതെ ചെയ്യുന്ന കാര്യങ്ങൾ തിരുത്തി കൊടുക്കണ്ടേ? അതിനെല്ലാം ഉപരി എന്നോട് ഇപ്പൊ അച്ഛമ്മയ്ക്ക് ഒരു സ്നേഹവുമില്ല. എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം അച്ഛമ്മ. അച്ഛമ്മയുടെ പിണക്കത്തില് തെറ്റൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാ എന്നെ കാണുമ്പോ മുഖം വേർപ്പിച്ചിരുന്നാലും ഞാൻ ഒന്നും പറയാത്ത. അച്ഛമ്മ കണ്ണു തുറന്ന് എന്നെ 4 വാക്ക് പറഞ്ഞാലേ എനിക്ക് ആശ്വാസമാവുള്ളൂ. പക്ഷെ എല്ലാ അച്ഛമ്മ മനസ്സിൽ ഒതുക്കാണെന്ന് എനിക്കറിയാം. എന്റെ മുഖത്ത് നോക്കി ഒന്നും പറയുന്നില്ല. എന്നെ 4 ചീത്ത പറയാനെങ്കിലും അച്ഛമ്മ കണ്ണു തുറക്കണം. ഒന്ന് എഴുന്നേറ്റ് വാ അച്ഛമ്മ. ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുൻപ് എന്നോട് ഒരു വട്ടം എന്തെങ്കിലും ഒന്ന് പറ. അച്ഛമ്മേ, ഞാനിന്നൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് കേൾക്കണ്ടേ അച്ഛമ്മയ്ക്ക്? കേട്ട അച്ഛമ്മ എന്നെ തല്ലും. അതെ അച്ഛമ്മേ, എന്നെ തല്ല് അച്ഛമ്മേ. തല്ല് 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 എന്നെ തല്ല്. എന്നെ തല്ല് അച്ഛമ്മ. തല്ല് അച്ഛമ്മേ, തല്ല് എന്നെ. തല്ല് അച്ഛമ്മേ, തല്ല് തല്ല് അച്ഛമ്മേ, തല്ല് തല്ല്. ഞാൻ തെറ്റ് ചെയ്ത അച്ഛമ്മേ. അച്ഛമ്മ എന്നെ തല്ല്. നീ എന്താ ചെയ്യുന്നേ? എന്നെ തല്ല് അച്ഛമ്മേ. തല്ല് അച്ഛമ്മേ, എന്നെ തല്ല് തല്ല്. അച്ഛമ്മയുടെ ദേഷ്യം തീരുന്നത് വരെ എന്നെ തല്ല്. തല്ല് അച്ഛമ്മേ, തല്ല് എന്നെ. തല്ല് തല്ലച്ചമ്മേ. മേഘന നല്ലവളെന്നല്ലേ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്.
അച്ഛമ്മയെ കൊണ്ട് എനിക്കത് വീണ്ടും പറയിപ്പിക്കണം. എന്നെ തല്ല അച്ഛമ്മ, തല്ല. അമ്മേ, അമ്മേ, അച്ഛമ്മേ, അമ്മേ, അമ്മേ, എഴുന്നേക്കമ്മേ. ഓ, പതുക്കെ പതുക്കെ. നീ അന്നും ഇന്നും എന്നും എനിക്ക് പത്തരമാറ്റിന്റെ പൊന്നാ മോളെ. പിന്നെ എന്തുകൊണ്ടാ പണ്ടത്തെ പോലെ അച്ഛമ്മ എന്നോട് ഇപ്പൊ മിണ്ടാത്തെ? ഞാൻ എങ്ങനെയാ മിണ്ടുക? പൊന്നു പോലത്തെ പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളുടെ സ്ഥാനം വേണ്ടെന്ന് വെച്ച് ഈ വീടിന്റെ പടി കടന്നു പോയില്ലേ? എന്റെ ഐശ്വര്യ ദേവത എന്റെ മിഥുൻ മോനെ ഉപേക്ഷിച്ച് പോകുമ്പോ എനിക്ക് സഹിക്കൂ? ദേഷ്യല്ലേ വരൂ? സമയാസമയം ഈ കിളവിയുടെ സകല കാര്യങ്ങളും ഓർമ്മിച്ച് മുന്നിലെത്തിക്കുന്നവളാ നീ. എന്നിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയാ പിന്നെ ഞാനെന്താ ചെയ്യാ? എന്റെ ഭഗവാനെ, ഇവളാള് കൊള്ളാലോ. ഇമോഷണൽ ഡ്രാമ കളിച്ച് എല്ലാവരെയും കമത്തി അടിക്കുന്ന ജന്മം. കിളവി കുഴഞ്ഞ് വീണതും പോരാ, അത് മുതലെടുത്ത് എല്ലാവരുടെ മുമ്പിൽ അവള് ദേവതയായി മാറി. ജയദേവൻ സാറേ, സത്യത്തിൽ ഇതൊരു മിറാക്കിളാ. മരുന്ന് പോലും പരാജയപ്പെട്ടെടുത്ത് സ്നേഹത്തിന് കിട്ടിയ വലിയ വിജയമാണിത്. ഇത് തികച്ചും അത്ഭുത. ഇതുപോലൊരു മരുമകളെ കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാതെ ബോധം കെട്ട് കിടന്നവരെയാണ് വാക്കുകളിലൂടെ മായാജാലം കാണിച്ച് നിങ്ങളുടെ മരുമോള് കണ്ണു തുറപ്പിച്ചത്. മേഘനെ, ഡോക്ടർ പറഞ്ഞത് കേട്ടോ? ഈ കടപ്പാട് ഞാൻ എങ്ങനെയാ തീർക്കുക? ഞങ്ങളുടെ അച്ഛമ്മയുടെ ജീവിതം നീ ഞങ്ങൾക്ക് തിരിച്ചു തന്നത്. താങ്ക് യു വെരി മച്ച് മേഘനെ. Really, thank you very much. എന്നോട് എന്തിനാ മിഥുനേട്ടൻ താങ്ക്സ് ഒക്കെ പറയുന്നേ? അത് വേണം മേഘനെ. നീ ഇപ്പൊ ചെയ്തത് ചെറിയൊരു സഹായാണെന്ന് പറയാൻ പറ്റില്ല മേഘനെ.
ഒരത്ഭുതമാണ് നീ നടത്തിയത്. മരണത്തിന്റെ വാതിൽക്കൽ എത്തിയ ഞങ്ങളുടെ അമ്മയുടെ ജീവൻ തിരിച്ചു കൊണ്ടുവന്ന് കുടുംബവിളക്ക് അണയാതെ നീ രക്ഷിച്ചു. നിന്നോട് ഞങ്ങൾ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. മേഘന കുതിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഇപ്പൊ മേഘന ചെയ്ത ചതിയെക്കുറിച്ച് പറഞ്ഞാലും ഇവിടെ അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ വല്ലതും പറയാൻ നിന്നാ ഞാൻ കോമാളിയാവും. ഇവളെ ഒതുക്കാൻ ഇതല്ല സമയം. യു ആർ റിയലി ഗ്രേറ്റ് മേഘനെ. നിന്നിലെ നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല. മിഥുൻ, അവള് കരഞ്ഞു പിഴിഞ്ഞ് 4 വാക്ക് പറഞ്ഞതും അമ്മയുടെ ഉപബോധ മനസ്സത് കേട്ടു. അതിനി മറ്റാരായിരുന്നെങ്കിലും ഇങ്ങനൊക്കെ തന്നെ സംഭവിച്ചേനെ. അമ്മ കണ്ണു തുറന്നത് ഉൾമനസ്സിൽ ആ ശബ്ദം സൃഷ്ടിച്ച ഉത്കണ്ഠ കൊണ്ടാ. ചെറിയമ്മേ, ഇതിന്റെ സയൻസും ശാസ്ത്രവും ഒന്നും അന്വേഷിച്ച് ഞാൻ പോകുന്നില്ല. പക്ഷെ ഇന്നിങ്ങനെ സംഭവിച്ചത് കൃത്യസമയത്ത് മേഘനയ്ക്ക് അങ്ങനെ ഒരു ബുദ്ധി തോന്നിയതുകൊണ്ട് അത് സമ്മതിച്ചേ പറ്റൂ. മിഥുൻ, നീ ഇങ്ങനെ അവളെ തോളെ കയറ്റി വെച്ചാലേ അവള് പിന്നെ ഈ വീട്ടില് കത്തി പടരാൻ തുടങ്ങും. അതിന്റെ വല്ല കാര്യമുണ്ടോ? നമ്മളെ സഹായിക്കുന്നത് ശത്രുവാണെങ്കിലും അത് അംഗീകരിക്കണം. പിന്നെ മേഘന നമുക്ക് അങ്ങനെ അന്യൊന്നുമല്ലല്ലോ. നമ്മളൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? നന്ദി പ്രകടിപ്പിക്കാൻ മൃഗങ്ങൾക്ക് പോലും അറിയാം. മിഥുന്റെ തള്ളു കുറച്ച് കൂടുന്നുണ്ടല്ലോ. ഈ സമയത്ത് മേഘനയെ കുറിച്ച് പറഞ്ഞാൽ ഇവൻ കാര്യാക്കില്ല. തെളിവ് കാണിച്ചാൽ അത് വിശ്വസിക്കണമെന്നുമില്ല. മേഘനയെ പറ്റി പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും 100 നാവാ. വേണ്ട, തൽക്കാലം മേഘനന്ദയുടെ രഹസ്യം രഹസ്യമായി തന്നെ ഇരിക്കട്ടെ. കുറച്ചു കഴിഞ്ഞ് ഈ ഉത്സാഹം എല്ലാവരിലും കെട്ടടങ്ങുമ്പോ കാര്യം അവതരിപ്പിക്കാം. അതുവരെ ഒന്നും മിണ്ടണ്ട. ചാരു, എന്താ ആലോചിക്കുന്നേ? ഇവിടെ ഇരിക്ക്. എന്താ പറ്റിയ ചാരു? എന്താ ഇങ്ങനെ 4 വശം അന്താളിച്ച് നോക്കുന്നേ? നീ എന്തിനാ ശൈലജയെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്? ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് പരിചയമില്ല. ഞാൻ ഇവിടെ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാ ഇന്ന് ഞാൻ കൊണ്ടുവന്നത്. വേറെ ഓർഡർ മാഡം. നിന്റെ മനസ്സ് നിറയെ എന്നോടുള്ള ഇഷ്ടമാണ് ചാരു. നിനക്കെന്നെ ഒത്തിരി ഇഷ്ടമാണെന്നറിയാം. അതേന്ന് എനിക്കൊരു ഉറപ്പ് കിട്ടിയാൽ മതി. ഞാൻ എന്റെ വീട്ടിൽ പോയി സംസാരിച്ചോളാം. ചാരു, വിവേക് നിന്റെ മുന്നിൽ കമന്നടിച്ച് വീണിരിക്കാന്ന് എനിക്കറിയാം. അവന്റെ വാക്കുകൾ കേട്ട് നിന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ തോന്നിയാ അത് എനിക്ക് തന്നെ അപകടം. മുട്ടിട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആ പ്രേമകഥ ഞാൻ നുള്ളി എറിയാൻ തീരുമാനിച്ചു. പുഷ്പിക്കാൻ ഞാൻ ഉള്ളിടത്തോളം ഒരു തരത്തിലും അനുവദിക്കില്ല മോളെ. ചാരു, എടുത്തോ.
ചാരു എനിക്കൊരു കോളുണ്ട്, ഞാനൊന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരട്ടെ.